എന്തായിരുന്നു കണ്ടന്റ്? കാണിച്ചു തരാം. ഓ അപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. മനസ്സിലാക്കി തരാം. റിയൽ ലൈഫിലെ ഹീറോയിൻ, ഇത് നമ്മുടെ റിയൽ ലൈഫിലെ ഹീറോ. ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. ആ സിനിമ നമ്മളെല്ലാരും കണ്ടതല്ലേ? ആ സിനിമയിലെ കണ്ടിരുന്ന ആ ഒരു നമ്മുടെ ചേട്ടനും റിയൽ ലൈഫിൽ വന്നപ്പോഴത്തെ ആ ചേട്ടനും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? ക്യാരക്ടർ എനിക്ക് തോന്നുന്നു ഇപ്പൊ അങ്ങനെയാണ്. ആ സമയത്ത് എനിക്കൊന്ന് ശ്വേത ചേച്ചിന്റെ ബാക്കിലായിരുന്നു, ഇപ്പൊ എന്റെ ബാക്കിലാണ്. I have a very funny. I'm sure he doesn't remember. പക്ഷെ ഇപ്പൊ പറഞ്ഞാ മൂപ്പർക്ക് ഓർമ്മ. നമ്മുടെ ക്ലൈമാക്സില് മുപ്പത്തിയാറ് ഇങ്ങനെ പാമ്പുംകാവിലിങ്ങനെ അടിച്ചു വരി തുടക്കൽ, അടിച്ചു വരല്ലേ. ഞാൻ മനസ്സിൽ വിചാരിച്ചോളൂ ഇപ്പൊ വണ്ടി അവിടെ ചെന്ന് ഇടിച്ചു നിൽക്കുന്നു. അടിച്ചു വരുമ്പോ മൊത്തത്തിലൊരു മൂപ്പര് വന്നിട്ട് എന്റെ ബമ്മിലൊരു അടിയുണ്ട്. മരണാസനത്തിൽ വരച്ച കോലുകൊണ്ട് എന്റെ നിറുകെ വരച്ചാ മതിയാ. അത് എത്ര ടേക്ക് എടുത്തത് മാത്രം ചോദിച്ചോളൂ. എത്ര എടുത്തു പറയൂ. എനിക്ക് ജപം തുടങ്ങാൻ സമയമായി. എടുത്തത് മാത്രം ചോദിച്ചോളൂ. 6 ഓ 8 ഇല്ലില്ല, അത് പക്ഷെ അതില് ഞാൻ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന വേറെ കാര്യം, ശ്വേത ആ സമയത്ത് ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാജുവേട്ട, ഈ ശ്രീജിത്ത് എന്റെ മനസ്സിലായില്ല എന്തോന്നാ ഈ പറയുന്നത്. ഇങ്ങനെ അടിച്ചടിച്ച് എന്റെ ചന്തി ചുമന്നു. എന്റെ സ്വന്താണ്, ഇത് പ്ലാസ്റ്റിക്കോ ഇതൊന്നുമല്ല, എന്റെ സ്വന്തമാണ്. പിന്നെ ഒരു 25 പ്രാവശ്യം റിഹേഴ്സൽ ടേക്ക്. മുതലെടുക്കണേണ സജി കൊതിയുണ്ടാടാ. എനിക്കാ കിട്ടില്ല. ഞാൻ പറഞ്ഞു, രാജീവേട്ടാ ഇവനിങ്ങനെ അടിച്ചടിച്ച് എന്റെ ചന്തി റെഡ്. പറഞ്ഞല്ലോ ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്.